കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ലൂണയുടെ കംബാക്ക് നോർത്ത് ഈസ്റ്റിനെതിരെ വന്നു. ബെഞ്ചിൽ ലൂണയുമായിട്ടാണ് ടീം ഇറങ്ങിയത്. ലാസ്റ്റ് മാച്ചിൽ സക്സസ്ഫുൾ ആയ അതേ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഡാനിഷ് ഫാറൂഖും മിഡിൽ കോഫും വിവിൻ മോഹനും എത്തി. ഗെയിമിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ കാര്യമായ ക്ലിയർ ചാൻസസ് ബ്ലാസ്റ്റേഴ്സ് സൈഡിൽ നിന്ന് വന്നില്ല. സെദോയ് ജീസസ് ഫ്രണ്ട് ടു കോമ്പിനേഷൻസ് കൂടുതൽ കണ്ടെങ്കിലും ഫൈനൽ തേർഡിൽ ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ ടീമിനായില്ല. ഡാനിഷ് മിസ് പാസസ് ഈ ഗെയിമിലും നിരവധി ഉണ്ടായിരുന്നു. ഈ മിസ് പാസസ് മാറ്റി നിർത്തിയാൽ ബോക്സിൽ കൃത്യമായി റൺ എടുക്കുന്നതിലും സ്പേസ് കണ്ടെത്തുന്നതിലും എല്ലാം ഡാനിഷ് ഫാറൂഖ് മികച്ചതായിരുന്നു. ബട്ട് ശരിക്കും ഡാനിഷിന് പകരം ഒരു ക്വാളിറ്റി മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് മിഡിൽ നിന്ന് നമുക്ക് വന്നേനെ. മറുഭാഗത്ത് മലയാളി താരം ജിതിൻ MS ആയിരുന്നു ടീമിന്റെ ഏറ്റവും വലിയ ത്രെട്ട്. ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ബാക്ക് ലൈനാണ്. പ്രീതം കോട്ടാൽ, മിലോസ്, പ്രത്യേകിച്ചും നവോച്ചി നല്ല രീതിയിലാണ് ബാക്ക് ലൈൻ കവർ ചെയ്യുകയും ചെയ്തത്. പ്രീതത്തിന്റെ ഒരു ഗോൾ ലൈൻ സേവും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടു. നവോ, സദോയി, ജീസസ് പ്ലേയേഴ്സിന്റെ പിന്നിൽ ഒരു ക്വാളിറ്റി മിഡ്ഫീൽഡറിന്റെ ആവശ്യകത ഫസ്റ്റ് ഹാഫിൽ എവിഡന്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പിക്ചറിലെ രാഹുൽ KP ഇല്ലായിരുന്നു. കൂടുതലും ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് ആയിരുന്നു രാഹുൽ KP നിന്ന് ഫസ്റ്റ് ഹാഫിൽ വന്നതും. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ കോഫിന് പകരം പെപ്പറെ സ്റ്റാർ കൊണ്ടുവന്നു. ജിതിൻ MS ലൂടെ നോർത്ത് ഈസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഫ്രീ കിക്ക് വിൻ ചെയ്ത ജിതിൻ സച്ചിൻ സുരേഷിന്റെ സിമ്പിൾ മിസ്റ്റേക്ക് നോർത്ത് ഈസ്റ്റ് ഗെയിമിലെ തങ്ങളുടെ ആദ്യ ഗോളും കണ്ടെത്താൻ വഴിയൊരുക്കി. ഇതിനുശേഷമാണ് രാഹുൽ KP സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ രാഹുൽ KP പെർഫോമൻസിന്റെ ഫ്രസ്ട്രേഷനിലൂടെ സ്റ്റാർ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനാണ്. മിനിറ്റുകൾക്കകം തന്നെ ബ്ലാസ്റ്റേഴ്സ് സമനില ഗോൾ കണ്ടെത്തി ഗെയിമിൽ. ഈ ഗോൾ വന്ന ബിൽഡപ്പ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. വിങ്ങിൽ സദോയ്ക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു വിപിന്റെ റണ്ണാണ് ശരിക്കും ആ ഷോട്ട് എടുക്കാൻ സദോയ്ക്ക് സ്പേസ് കൊടുത്തത് ബോക്സിന്റെ പുറത്ത്. ഐമന്റെ പെർഫെക്റ്റ് പാസും അതിലുപരി വീക്ക് ഫുട്ടിൽ സദോയുടെ ക്ലീൻ സ്ട്രൈക്കും. വാട്ട് എ പ്ലെയർ സദോയ് ഈസ്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സദോയ് ഗോൾ കണ്ടെത്തി. ഹി റിയലി ഡിസേർവ് ദിസ്. ലൂണയുടെ ആബ്സെൻസിൽ ഗെയിമിൽ ഉടനീളം ബ്ലാസ്റ്റേഴ്സ് മൂവ്മെന്റുകൾ നവോഡ് ഡിപ്പെൻഡഡ് ആയിരുന്നു. അവസാനം സദോയിലൂടെ തന്നെ ഗോളും കണ്ടെത്തി ബ്ലാസ്റ്റേഴ്സ്. ഐമന്റെ വരവ് വിങ്ങിൽ കളി കൊണ്ടുവന്നു. പ്രത്യേകിച്ചും ബോൾ ക്യാരി ചെയ്ത് ഫ്രണ്ടിലേക്കുള്ള റണ്ണുകൾ ഐമൻ ലെഫ്റ്റിലും സദോയ് റൈറ്റ് വിങ്ങിലേക്ക് പിന്നീട് മാറുകയുണ്ടായി. 72ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എത്തി. ലോങ് വെയിറ്റ് ഈസ് ഓവർ. ലൂണ ഈസ് ഫോർ ഹീസസ് സിമിനസ്. ഈ ഗോളിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് സൈഡിൽ നിന്ന് അറ്റാക്കുകൾ വന്നുകൊണ്ടേയിരുന്നു. 82ാം മിനിറ്റിൽ സദോയെ ചലഞ്ച് ചെയ്തതിന് നോർത്ത് ഈസ്റ്റ് പ്ലെയറിന് സ്ട്രേറ്റ് റെഡ് കാർഡും കിട്ടി. 10 മാൻ നോർത്ത് ഈസ്റ്റിനെതിരെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കാനും ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വിങ്ങിൽ ലൂണ സദോയ് കോംബോയുടെ ചില ചാൻസസും ടീം ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. 90ാം മിനിറ്റിൽ മാച്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ചാൻസ് ടീമിന് കിട്ടി. വിപിന്റെ കിടിലൻ ത്രൂ ബോളിൽ ഓടിക്കേറിയ ഐമൻ അതിലും മികച്ച ചീക്കി ടച്ച്. എന്നാൽ 1-on-1 ഗോൾ കീപ്പറിനെ ബീഡ് ചെയ്തെങ്കിലും കൺവേർട്ട് ആക്കാൻ ഐമനോട് സാധിക്കുന്നില്ല. മിനിറ്റുകൾക്ക് ശേഷം തന്നെ ഐമന് നെക്സ്റ്റ് ചാൻസും കിട്ടി. ഇത്തവണ ബോൾ വന്നത് വിങ്ങിൽ ഹോമിബാമിലൂടെയാണ്. ഐമന്റെ വരമാണ് സെക്കൻഡ് ഹാഫിന്റെ ഹൈലൈറ്റ്. പ്രത്യേകിച്ചും മിഡിൽ വിപിന്റെ ബോളുകൾ കൃത്യമായി മനസ്സിലാക്കാൻ ഐമന് സാധിക്കുന്നുണ്ട്. ഇതാണ് രാഹുൽ KP, ഐമൻ എന്നീ താരങ്ങളെ വിങ്ങിൽ കളിപ്പിക്കുന്നതിൽ വരുന്ന ഏറ്റവും വലിയ ഡിഫറൻസ്. സ്റ്റാറുടെ സിസ്റ്റത്തിൽ ഒരു വിങ്ങറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിത്ത് ദ ബോൾ മൂവ്മെന്റുകൾ ഐമൻ കൃത്യമായി ചെയ്യുന്നുണ്ട്, ഫിനിഷിംഗിലെ പോരായ്മകൾ മാറ്റി നിർത്തിയാൽ. പിന്നീട് ഈ ഗെയിമിൽ എടുത്തു പറയേണ്ടത് നവോച്ചയുടെ പെർഫോമൻസ് ആണ്. വിങ്ങിൽ ജിതിൻ MSനെ മാർക്ക് ചെയ്യുന്നതിലും ഓവർലാപ്പിംഗ് റണ്ണുകൾ എടുക്കുന്നതിലുമെല്ലാം നവോച്ച മികച്ചു നിന്നു. ബാക്ക് ലൈൻ മൊത്തത്തിൽ അപ്രിസിയേഷൻ അറിയിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിന്റെ ഏരിയൽ ത്രെട്ടുകളെല്ലാം മിലോസ്, പ്രീതം നന്നായി തന്നെ ഡിഫെൻഡ് ചെയ്തു. പ്രീതം മിലോസ് സെൻട്രൽ ഡിഫൻഡർ സ്പോട്ടിൽ ലോക്കാക്കിയതുപോലെ തോന്നി ലാസ്റ്റ് 2 ഗെയിമിലെ പെർഫോമൻസ് വെച്ച്. അതുപോലെ തന്നെ വിപിൻ മോഹൻ വിത്തൗട്ട് എനി ഹൈപ്പ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ പ്രോമിസിംഗ് യങ്സ്റ്റേഴ്സിൽ ഒരാളാണ് വിപിൻ. കൂൾ ടച്ചസ്, കൂൾ പാസസ്. ഇതിൽ ബ്ലാസ്റ്റേഴ്സ് മൂവ്മെന്റുകളുടെ എല്ലാ തുടക്കവും വിപിന്റെ കാലുകളിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഇരു വിങ്ങിലേക്കുമുള്ള ഇദ്ദേഹത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻസ്. സച്ചിൻ സുരേഷ് ആ എററിൽ നിന്ന് കോൺഫിഡൻസ് പോയതുപോലെ തോന്നി. ഡീസന്റ് പെർഫോമൻസ് ഫ്രം ഫസ്റ്റ് ഹാഫിൽ. ജീസസ് സിമൻസ് ശരിക്കും ഒരു അൽവാരോ വൈബ് തരുന്നുണ്ട്. പെർഫെക്റ്റ് ടച്ചും ഒട്ടും സെൽഫിഷ് അല്ലാത്ത പ്ലെയർ. കുറെ പോസിറ്റീവ്സ് ഉണ്ട് ഈ ഗെയിമിൽ. ഒന്ന്, ATK മുഹമ്മദ് ഖാനെ പൂട്ടിയ ടീമാണ് നോർത്ത് ഈസ്റ്റ്. ഡ്യൂറന്റ് കപ്പ് അടിച്ച അവർക്കെതിരെ നല്ല പെർഫോമൻസ് ആണ് ടീമിൽ നിന്ന് വന്നത്. പല പൊസിഷനിലേക്കും നല്ല ഓപ്ഷൻസ് കണ്ടെത്താനും നമുക്ക് ഈ ഗെയിമിൽ സാധിച്ചു. റൈറ്റിൽ സന്ദീപിനേക്കാൾ ഹോർമിയെ യൂസ് ചെയ്യുന്നതാകും നല്ലത്. അതുപോലെ തന്നെ രാഹുൽ KP സബ്സ്റ്റിറ്റ്യൂട്ടായി കൊണ്ടുവരുന്നതാകും നല്ലത്. ഐമന്റെ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യണം വരുന്ന ഗെയിംസിൽ. ഓവറോൾ എ വെരി ഗുഡ് ഗെയിം. ഗെയിമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.